കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പ് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരവുമാണ്. അത് ആരെഴുതിയതായാലും വളരെ ശരിയായ ചോദ്യവും ഉത്തരവുമാണ്. മലങ്കര വിശ്വാസികൾ മാത്രമല്ല, ക്രൈസ്തവ സമൂഹം അറിഞ്ഞിരിക്കേണ്ട ചോദ്യവും ഉത്തരവുമാണ്. ഒന്ന്, പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും പരിശുദ്ധ സുറിയാനി ഓർത്തഡോക്സ് സഭയും തമ്മിൽ എന്താണ് ബന്ധം? രണ്ട് സഭകളും സഹോദരി സഭകളാണ്. കാരണം രണ്ട് സഭകളും ഓറിയന്റൽ ഓർത്തഡോക്സ് കുടുംബത്തിലെ അംഗസഭകളാണ്. അതിനാൽ നേരിട്ട് കൗദാശിക ബന്ധങ്ങളുണ്ട്. പരിശുദ്ധ മോറാൻമാർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയും പരിശുദ്ധ മോറാൻമോർ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയും തമ്മിലുള്ള ബന്ധം എന്താണ്? പരിശുദ്ധ മോറാൻമാർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയും പരിശുദ്ധ മോറാൻമോർ ഇഗ്നാത്യോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയും രണ്ട് സഭകളുടെ പരമാധ്യക്ഷന്മാരാണ്. തുല്യരാണ്, തുല്യ പദവിയിൽ ഇരിക്കുന്നവരാണ്. 3, ഓറിയന്റൽ ഓർത്തഡോക്സ് കുടുംബത്തിൽ എത്ര സഭകളുണ്ട്? ഏതൊക്കെ? ഓറിയന്റൽ ഓർത്തഡോക്സ് കുടുംബത്തിലെ സഭകൾ 6 എണ്ണമുണ്ട്. ഇതിൽ സ്വയം ശീർഷക സ്വയം ഭരണാധികാരമുള്ള സഭകളും ഉൾപ്പെടുന്നു. അലക്സാൻഡ്രിയയിലെ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ, അന്തോഖ്യയിലെ സിറിയക് ഓർത്തഡോക്സ് സഭ, അർമേനിയൻ അപ്പോസ്തോലിക് സഭ, ഇന്ത്യയിലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അതായത് മലങ്കര സഭ, എത്യോപ്യൻ ഓർത്തഡോക്സ് തെവാഹെഡോ സഭ, എറിത്രിയൻ ഓർത്തഡോക്സ് തെവാഹെഡോ സഭ. ലോകരക്ഷകനായ ദൈവപുത്രൻ യേശുക്രിസ്തു തന്റെ മഹത്തായ സുവിശേഷത്താൽ സ്ഥാപിച്ചതും വിശുദ്ധവും കാത്തോലികവും അപ്പോസ്തോലികവും സഭയാണെന്നും അതിന്റെ പരമാധ്യക്ഷന്മാർ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളാണെന്നും പരമ്പരാഗതമായി വിശ്വസിക്കുന്നു. ഈ സത്യങ്ങൾ മറച്ചുവെച്ചാണ് വിഘടന്മാർ പള്ളികൾ കയ്യേറി വെച്ചിരിക്കുന്നതും നിയമത്തെ വെല്ലുവിളിക്കുന്നതും. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ എന്തുകൊണ്ട് ഈ സർക്കാർ മടിക്കുന്നുവെന്നാണ് മലങ്കര നസ്രാണികൾ ചോദിക്കുന്നത്. നീതിയും നിയമവും മുഖം നോക്കാതെ നടപ്പാക്കാൻ ആർജവമുള്ള നേതാക്കൾ സംസ്ഥാനം ഭരിച്ചിരുന്നെങ്കിൽ സഭാ കേസിലെ വിധി ഇതിനകം പൂർണ്ണമായി നടപ്പാകുമായിരുന്നു. ഒരു സംശയവുമില്ല. ആരുടെയൊക്കെയോ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി അന്തർധാരകളുടെയും അടിയൊഴുക്കുകളുടെയും ആദായം നുണഞ്ഞ് നീതിയും നിയമവും കാറ്റിൽ പറത്തി കോടതികളെ പോലും കൊഞ്ഞനം കുത്തി കാട്ടുന്ന രീതിയല്ലേ ഇവിടെ നിരന്തരം നടമാടിക്കൊണ്ടിരിക്കുന്നത്. നീതിയും നിയമവും ദുർവാശിയുടെയും ധാർഷ്ട്യത്തിന്റെയും മുന്നിൽ വഴിമാറിപ്പോകുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് മലങ്കര വിശ്വാസികൾ കാണുന്നത്. നിയമപാലകരും നിയമലംഘകരും കൈകോർക്കുമ്പോൾ നീതിക്കും നിയമത്തിനും വേണ്ടി കാത്തിരിക്കുന്നവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു. ശബരിമലയും അയോധ്യയും വിധി നടപ്പായി. എന്നാൽ സഭാ കേസ് ഇപ്പോഴും ഇഴയുന്നു. സഭാമക്കൾ തീവ്ര നിലപാടുകളിലേക്ക് പോകാത്തത് കൊണ്ടാണോ ഇങ്ങനെ കോടതി വിധിയിട്ട് തട്ടിക്കളിക്കുന്നതെന്ന് ആരായാലും സംശയിച്ചു പോകും. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.